ശ്രീ കെ പ്രമോദ്, എന്തായാലും SDPA കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സസൂക്ഷ്മം തന്നെ വിലയിരുത്തുന്നുണ്ട്, അവരുടെ പ്രവർത്തന രീതികളും നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഒരു കടുത്ത നടപടി തന്നെ SDPAക്കെതിരെ വേണം എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? നിരോധനമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? ജനങ്ങൾ 2 മിനിറ്റൊന്നും എടുത്തോട്ടെ. ഇതിനു മുമ്പ് ഒരു ഡോക്ടർ പറഞ്ഞിരുന്നു SDPAയുടെ വോട്ട് വേണ്ട എന്ന് LDF പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, കേരളത്തിൽ ചില പഞ്ചായത്തുകളിൽ അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് ഇലക്ഷനുകളിലൊക്കെ അത് ലോക്കൽ കമ്മിറ്റി ഇലക്ഷൻ ആയതുകൊണ്ട് അതിന് സിസ്റ്റം ഇസ് ഡിഫറെന്റ്. അത് മറ്റേ MLA ഇലക്ഷൻ MP ഇലക്ഷൻ പോലെയാണ്. എന്റെ ചോദ്യം, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുടെ വോട്ട് ഈ ലോക്കൽ ഇതിൽ എന്തിനാണ് നമുക്ക് വേണ്ടത്? നിങ്ങൾ ഒരുമിച്ച് ഭരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, വോട്ട് പോട്ടെ. എന്തിനാണ് അവരെ കൂട്ടുപിടിച്ച് അവരുടെ മെമ്പർമാരെ കൂട്ടുപിടിച്ച് നിങ്ങൾ പഞ്ചായത്തുകൾ ഭരിക്കുന്നത്? അതൊരു വിഷയം. ഇനി അടുത്തത്, ജോസഫ് സാറ് പറഞ്ഞു ബെഹ്റ അദ്ദേഹം റിട്ടയർ ചെയ്യണ അന്ന് പറഞ്ഞു എന്ന്. അയാളൊരു IPS ഉദ്യോഗസ്ഥനാണ്, സീനിയർ മോസ്റ്റ് IPS ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന് അറിയില്ലേ ഇതിന്റെ കാര്യങ്ങൾ നടപടിയെടുക്കാൻ? അദ്ദേഹം പൊളിറ്റിക്കൽ ഇതിന് നിന്നു കൊടുക്കുകയാണോ വേണ്ടത്? ഹി ഹാസ് ദ റൈറ്റ് ടു ഇൻഫോം. സെൻട്രൽ ഗവൺമെന്റിനെ നേരിട്ട് ഇൻഫോം ചെയ്യാനുള്ള അധികാരമുണ്ട് അദ്ദേഹത്തിന്. ഇവിടുത്തെ കേരള ഗവൺമെന്റ് ചെയ്തില്ല, ശരി, ഇൻഫ്ലുവൻസോ എന്തോ ആവട്ടെ, വോട്ട് പേടിച്ചിട്ടോ എന്തോ ആവട്ടെ, പക്ഷെ ഹീസ് എൻ IPS ഓഫീസർ. അയാള് റിട്ടയർ ചെയ്ത അന്നാണോ? ഐ ഫീൽ ദാറ്റ് ഹീസ് എ കോമഡിയൻസ് അല്ലോ. ഇനി അടുത്തത്, ഈ SDPAയുടെ ഞാൻ ഒന്നത് പറഞ്ഞു പോണെന്തുകൊണ്ട് വെച്ചാൽ, ഇവിടെ ഈ പൈസ എവിടെ നിന്ന് വരുന്നു? കേരളമാണ് ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞ വമ്പിച്ച തട്ടിപ്പ്. ഇതിന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കുന്നു, വാലറ്റിൽ കൊടുക്കുന്നു. പരിപാടികളെല്ലാം നടക്കുന്ന ദുബായില്. ഇപ്പോ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ വിളിച്ചു, പല കമ്പനികളും ഇവിടെ വരുന്നുണ്ട്. എത്ര കമ്പനി അറിയോ? ഫേക്ക് കമ്പനീസ് ആണ്. അതിലൂടെ ഇവിടെ ഫണ്ടിങ് വരുന്നു. ഇതിനൊന്നും ഉത്തരവാദിത്തം പറയാൻ കേരള പോലീസിന് അറിയില്ലേ? കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിങ് വെറുതെ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയോ? ദേ ഷുഡ് മേക്ക് ഷുവർ. ഈ റിപ്പോർട്ട് കൊടുക്കുന്ന ആർക്കാ? 2 പേർക്കാണ്. ചീഫ് മിനിസ്റ്റർ, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആള് സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങോട്ട്. അത് വിട്ടാൽ DGPക്കാണ് കിട്ടുന്ന എല്ലാത്തിന്റെയും. ഇതിലൊക്കെ ഒരു അക്ഷരം മിണ്ടാണ്ടിരിക്കുക. അതിന് ഇപ്പൊ ഇവിടെ വന്ന് എല്ലാവരും കയ്യൂര്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ അഭിമന്യുവിന്റെ കേസ് കോടതിയിൽ നിന്ന് ഫയല് പോയിരിക്കുകയാണ്. മേഡം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ഈ SDPA ആയാലും ഈ പോപ്പുലർ ഫ്രണ്ട് ആയാലും അവരുടെ എല്ലാം സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. കാരണം ഈ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകളെല്ലാം നടക്കുന്നത് കോടിക്കണക്കിന് ഉറുപ്പിയാണ് പോകുന്നത്. ജനങ്ങളിൽ നിന്ന് മേടിക്കുക, ഇന്ത്യൻ കറൻസി മേടിക്കുക, അവർക്ക് ക്രിപ്റ്റോ. ഞാനിത് തൃശ്ശൂർ ജില്ല ഏറ്റവും കൂടുതൽ ഇതിൻ്റെത്, ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് തൃശ്ശൂർ ജില്ല. ഇപ്പൊ ഈ നേതാക്കന്മാരൊക്കെ തൃശ്ശൂർ ജില്ല. പിന്നെ പറഞ്ഞു അഖിലേന്ത്യാ നേതാവ്, നിങ്ങൾ ഒന്ന് എടുത്തു നോക്കണം മാഡം, ഇവരുടെ കമ്മിറ്റി 1 ആളോ 2 ആളോ കേരളത്തിന് പുറത്തുനിന്നുള്ളൂ. ബാക്കിയെല്ലാം കേരളത്തിലെ ആളുകളാണ് ഇവരുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിലുള്ളത്. ഇവരുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തു. ഇവിടെ എല്ലാ ജില്ലകളിലും അവർ പ്രകടനം നടത്തി. ഒരു 10-15 പേരുണ്ട്. ഈ പോലീസിന് ഇവരുടെ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്തൂടെ? അത് ചെയ്യുന്നില്ല. ഇവരെല്ലാവരും പൈസ ഫണ്ടിങ് കിട്ടിയാൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി, കേരളം ബുദ്ധിജീവികളുടെ സംസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി ഫണ്ട് കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ടില്ല, ഒരു ആക്ഷനും. ഇപ്പൊ രാജേന്ദ്രൻ സാർ പറഞ്ഞത് ഞാൻ കേട്ടു, ബിനാനിപുരം, അത് എറണാകുളം ജില്ലയിലുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അങ്കമാലി, ആലുവ ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ. ഈ ക്രിപ്റ്റോ കറൻസികളിലെല്ലാം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരാണ് സഹായികള്. അവരെ എന്നിട്ട് ദുബായിൽ കൊണ്ടുപോയിട്ട് ഒരു എന്താ പറയാ, എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിരിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ വന്നാൽ അവര് നേരെ വരുന്നു, ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെല്ലാം കയറി ഇറങ്ങുന്നു. ഇതെല്ലാം ഈ നാട്ടിൽ നടക്കുന്നതാണ്, ഈ കേരളം എന്ന നാട്ടിൽ. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു ഞാൻ നിർത്താം. സാറ് പറഞ്ഞു ഡ്രഗ് ഫണ്ടിങ്. 100% ഇതിലെ ഡ്രഗ് ഫണ്ടിങ്ങിന്റെ പൈസ എല്ലാം ഇതിന്റെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ജമ്മു കാശ്മീരിലായിരുന്നു ടെററിസ്റ്റുകളുടെ ആദ്യത്തെ കേന്ദ്രം. ഇപ്പൊ അവിടെ നടക്കില്ല ഒന്നും. അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി, ഇനി ഇപ്പോഴത്തെ പുതിയ ഗവൺമെന്റ് ആയാലും ഇതിനെതിരാണ്. വേറെ ഏത് സംസ്ഥാനത്തിലുണ്ട് ഇതുപോലെ ഒരു ഡ്രഗ് ഫണ്ടിങ്? വേറെ ഏത് സംസ്ഥാനത്തിലുണ്ട് ഇതുപോലെ ഒരു ക്രിപ്റ്റോ കറൻസി ഡീലിങ്സ്? ഇതെല്ലാം എടുത്തു നോക്കണം.
ഈ ഈ എത്ര UDF-ഓ LDF-ഓ NDA-യോ ആരും ആയിക്കോട്ടെ, വോട്ട് വേണ്ട എന്ന് അവർക്ക് എല്ലാവർക്കും പറയാം. കൂട്ടത്തിൽ ഭരിക്കാനിരിക്കുമ്പോ ഒരു പഞ്ചായത്തിലെ ഭരണമല്ല നമുക്ക് ഇമ്പോർട്ടന്റ്, രാജ്യമാണ് ഇമ്പോർട്ടന്റ്. അവിടെ ഇതുപോലത്തെ തീവ്രവാദി ഗ്രൂപ്പിൽ നിന്ന് ജയിച്ചു വന്ന ആളെ പിടിച്ച് ഭരണം ഉണ്ടാക്കുകയാണ്. ഇതിന് കൃത്യമായി പറയാച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും, ഈ അറസ്റ്റുകളും എല്ലാം വെച്ച് ED-യുടെ ഇത് പോയി ഇവിടുത്തെ NIA ഏജൻസി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്ത് PF-നെ എങ്ങനെ ബാൻ ചെയ്തോ അതുപോലെ SDPI-നെയും ബാൻ ചെയ്യണം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു. സാറ് പറഞ്ഞതിനോട് ഞാൻ ഒരു കാര്യത്തിൽ യോജിക്കുകയാണ്. കാരണം പോലീസിൽ മാത്രമല്ല, ഇവർക്ക് ഈ കോടതിയിൽ പ്രതികൾക്ക് വേണ്ടി കേസ് നടത്താൻ വരെ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോയേഴ്സ്, ഒരൊറ്റ ആള് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് കൂടുതൽ. ഞാൻ എല്ലാ മുസ്ലിംസിനെയും കുറ്റം പറയില്ല, നല്ല തറവാടി മുസ്ലിമുകളുണ്ട്, ഒരിക്കലും ഇങ്ങനത്തെ ഇതിനൊന്നും കൂട്ടു നിൽക്കുന്നവരല്ല. അത് ഞാനൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് എന്നും ഇരിക്കുക, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു മുസ്ലിം വീട്ടിലാണ് ഞാൻ എന്നും പോയിരിക്കുക. അവർ 4 കുട്ടികളാണ്, അതിൽ 5-ാമൻ എന്നാ എന്നെ അവിടുത്തെ ഡാഡി മമ്മിയും പറയുക, അവരുടെ 5-ാമൻ. ഞാൻ അങ്ങനെ കണ്ടു വളർന്നവനാ. അപ്പൊ ഇപ്പോ ഈ ഇടയായിട്ടാണ് കേരളത്തിൽ ഈ തരം തീവ്രമായ ചിന്താഗതിയിലേക്ക് കടക്കുന്നത്. ഇത് കേരളത്തിലാണ്. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ വായയെല്ലാം ക്ലിപ്ഡാണ് ഇപ്പൊ, ഒന്നും മിണ്ടാനില്ല. ഇത് ഏതെങ്കിലും ഒരു ദളിതന് UP-യിൽ പറ്റിയ ഓളിയാ ഇവിടെ. എന്തുകൊണ്ടാണ് UP-യിൽ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ബംഗാളിൽ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് മഹാരാഷ്ട്ര? എന്തുകൊണ്ടാണ് ഗുജറാത്ത്? എന്തുകൊണ്ടാണ് ജമ്മു കാശ്മീർ? ഇപ്പൊ അവിടുത്തെ പോലീസ് യൂണിറ്റ്, മഹാരാഷ്ട്രയിലൊന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ദേ ഹാവ് എ ടെററിസ്റ്റ് വിങ്, ആന്റി ടെററിസ്റ്റ് വിങ്. അവർക്ക് ഷൂട്ട് ചെയ്തിടാൻ വരെ പെർമിഷനാ. കേരളത്തിൽ അതൊന്നുമില്ല. ഇല്ലാതല്ല, കേരളത്തിൽ സത്യസന്ധരായ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അവരെ പണിയെടുക്കാനായിട്ട് സമ്മതിക്കില്ല. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കോടതിയിൽ നിന്ന് ഫയൽ വരെ മാറ്റാൻ കഴിവുള്ള ഒരു ഗ്രൂപ്പായി മാറിയവര്. കോടതി സാധാരണക്കാരന്റെ അവസാന അത്താഴാണ്, അവിടെയാണ് ലാസ്റ്റ് ചെല്ലാൻ പറ്റുന്ന ഒരു ഓപ്പ്. അവിടെ നിന്ന് ഇത് അഭിമന്യു കേസ്, 2-3 കേസുകളിലൊന്നും ഫയല് കാണാനില്ല. ഇവരെന്താ ചെയ്യണേ? ഈ ലോ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ടവരെ, ഉദ്യോഗസ്ഥര്, പാവപ്പെട്ടവരെന്നൊന്നും പറയാൻ പാടില്ല, കള്ളന്മാര്, കൈക്കൂലി മേടിക്കുന്ന കള്ളന്മാര്, അവർക്ക് ഫണ്ടിങ് കൊടുത്ത് അവരെ കൊണ്ട് ഈ കള്ളത്തരം മുഴുവൻ ചെയ്യിക്കുക. അവരറിയുന്നില്ല ഇതിന്റെ തീവ്രത എന്താണെന്ന്, ചിലവർ അറിഞ്ഞിട്ടും. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. കേരള പോലീസ് ഇതില് ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ ഈ പറയുന്ന യാതൊരു നടപടികളും പിന്നെ ഉണ്ടാവില്ല. മഹാരാഷ്ട്ര, കർണാടക എടുക്കൂ, ഇവിടെ ഒന്നും ഭരിക്കുന്നത് കോൺഗ്രസ് ഉണ്ട്, അവിടെ അവരൊക്കെ സ്ട്രോങ് ആണ് അവരുടെ നടപടികളില്. ഇവിടെ ഒന്നിനും സ്ട്രോങ് അല്ല. ഞാൻ അതുകൊണ്ടാണല്ലോ ശ്രീ പ്രമോദ്, എലത്തൂർ തീവയ്പ് കേസിലെ പ്രതിയെ മുംബൈ ATS പിടികൂടി കേരള പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ഇങ്ങ് കേരളം വരെ എത്താൻ 3 വണ്ടി കൈമാറേണ്ടി വന്നത്. അതുമാത്രമല്ല, അത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്ന് പറഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് എത്ര മാസമാണ് പുറത്ത് നിർത്തിയിരുന്നത് സർവീസിൽ നിന്ന്. അതെ, ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോ രത്നഗിരിന്ന് ഫോർച്യൂണർ കാറിലാണ് കൊണ്ടുവരുന്നത്. ഒരു കാസർഗോഡ് ഒരു മുസ്ലിം ബിസിനസ്സുകാരന്റെ വണ്ടിയില് വിത്തൗട്ട് എനി പെർമിഷൻ. എന്ത് അടിസ്ഥാനം ഈ പറഞ്ഞ? കേരള പോലീസിന് സെക്യൂരിറ്റി ഇല്ലേ? അവർക്ക് അതിനുള്ള ആർജവം ഇല്ലേ പോയി കൊണ്ടുവരാൻ? ഈ ഇതുപോലത്തെ കുറെ പേരുടെ വണ്ടിയിൽ കൊണ്ടുവരിക, എന്ത് വൃത്തികേടും ചെയ്യാനുള്ള സ്ഥലം. അന്നും ഭരിച്ചിരുന്നത് ഈ പേരെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ നാടകം. മേഡം പറഞ്ഞത് ശരിയാ, സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ അത് കൃത്യമായി പറഞ്ഞപ്പോ അദ്ദേഹത്തിനെതിരെ നടപടി. ഇതാണ് ഈ നാടിന്റെ കുഴപ്പം. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോലീസിന് നല്ല സെക്യൂരിറ്റി മെഷേഴ്സ് ഉള്ള വാഹനങ്ങളുണ്ട്. അതിൽ കൊണ്ടുവരാതെ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ്മാൻ ഫ്രം കാസർഗോഡ് അയാളുടെ ഫോർച്യൂണർ കാറിൽ കൊണ്ടിരുന്നു. ഇതൊക്കെ ഏത് കാലത്താണ് നടക്കുക? കേരളത്തിൽ മാത്രം. ഇതിന് നടപടി കേരളം എടുക്കണം. ആദ്യം കേരളം ഭരിക്കുന്ന സർക്കാർ 2012 ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണേ. ഈ എന്താ പറയുക, ED-യുടെ റിപ്പോർട്ട് പ്രകാരം. അത് കോൺഗ്രസിന്റെ കാലത്ത്. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് LDF-ന്റെ ഭരണം. നല്ലതാണെങ്കിൽ ഗുഡ്, നിങ്ങൾ ആക്ഷൻ എടുക്കൂ. അല്ലാതെ ഇത് ചൂണ്ടിക്കാണിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയല്ല. അയാളെ കൊണ്ട് എന്താ പറയാ, എന്റെ അറിവിൽ തൃശ്ശൂർ AR ക്യാമ്പിലെ ഒരു 3-4 കൊല്ലം ബെസ്റ്റ് ഓഫീസർ തൃശ്ശൂർ SP ഇയാൾക്കറിയാം. ഹി കംസ് ഫ്രം എ വെരി ലോ ബാക്ക്ഗ്രൗണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ച്
കല്ലുപണി ചെയ്ത് പറിച്ചു വന്ന ഒരു വ്യക്തി അയാള് രാജ്യത്തിന്റെ സുരക്ഷ അന്വേഷിച്ച് കാര്യങ്ങൾ പറയുമ്പോ അയാളെ ടാർഗറ്റ് ചെയ്യുക. അപ്പൊ ഇതിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞു, ഡോക്ടർ സാറ് പറഞ്ഞു ഇടതുപക്ഷത്തിന് പറഞ്ഞിട്ടുണ്ട് വോട്ട് വേണ്ട. സാർ അന്നാ ഒരു കാര്യം ചെയ്യൂ സാർ, 6 മാസം കൂടി ഉണ്ട്. ചില പഞ്ചായത്തുകൾ ഭരിക്കുമ്പോ അവരുടെ കൂടി വോട്ട് പിടിച്ചിട്ട് അവരുടെ കൗൺസിലറുടെ വോട്ടും കൂടി വെച്ചിട്ടാണ് ഭരണം നിലനിർത്തിക്കുന്നത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതെങ്ങനെ ചെയ്യൂ. 5 മാസമല്ലേ ഉള്ളൂ.